നമ്മൾ തേക്കിൻ്റെ ഗ്രെയിൻസ് വരയ്ക്കാനായിട്ട് ബേസ് കളർ അടിക്കുമ്പോൾ പല കമ്പനിയുടെ ബേസും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു സിംഗിൾ പാക്ക് അപ്പോക്സിയാണ് ആ ബ്ലൂ കളറിൽ കാണുന്നത്. ഇത് MRFിൻ്റെ ഡൂറോത്തിൻ സാറ്റിൻ ടീക്കാണ്. ഇതൊരു പോളിയൂർത്തീൻ പെയിൻ്റാണ്. മറ്റേത് സിംഗിൾ പാക്ക് അപ്പോക്സിയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോട്ടിങ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. നമുക്ക് നെഗര് കൊണ്ട് ഇങ്ങനെ വെറുതെ ചുരണ്ടി നോക്കിയപ്പോൾ ഈ ഒരു കമ്പനിയുടെ പെയിൻറ്റ് വളരെ ഈസി ആയിട്ട് ആ ബോഡിയിൽ നിന്നും റിമൂവ് ആയിട്ട് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോഴാണ് നമ്മളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. ഒരു സ്ക്രാപ്പർ വെച്ചത് ഒരു തട്ട് കൊടുത്തപ്പോൾ ഇതിങ്ങനെ ചുരുണ്ട് ഇങ്ങ് ഊരി പോരുകയാണ് ചെയ്തത്. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ഡൂറത്തിൻ്റെ ബോഡിയിൽ നല്ല ശക്തിയായിട്ട് തന്നെ തള്ളി നോക്കി, അത് അങ്ങനെ ചുരുണ്ട് പറഞ്ഞ് പോരുന്നില്ല. അപ്പോൾ ഈ പോളിയൂർത്തിൻ കോട്ടിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പിടുത്തമുണ്ട് ഇതിന് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ ആളുകൾ തേക്കിന് ബേസായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെയിൻ്റാണ് ഈ ഡൂറത്തിൻ്റെ ടീക്ക്. ഇത് നമുക്കിപ്പോൾ നോക്കിയാൽ അറിയാം, കണ്ടില്ലേ, ഇതുപോലെ നല്ല ബലം പിടിച്ച് കുത്തി പറിച്ചെടുത്താലും പൊട്ടി പൊട്ടി പോവാന്നല്ലാതെ ഒരു ഷീറ്റ് പോലെ ചീന്തി പോരുന്നില്ല. പക്ഷേ ഈ ഒരു പെയിൻറ്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചിന്തൂരം ഇടുന്നത് പോലെ അങ്ങ് ഊരിപ്പോരുകയാണ് ചെയ്തത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ഇതിന് പ്രിൻ്റ് റേറ്റ് 820 അങ്ങനെയൊക്കെയാണ് MRFിൻ്റെ റേറ്റ് കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പെയിൻറ്റിൻ്റെ 520 അങ്ങനെയൊക്കെയുള്ള ഒരു റേറ്റാണ്. പക്ഷേ ചില ആളുകൾ പറയും, നമ്മൾ തേക്കിൻ്റെ ഡിസൈൻ ചെയ്യാനൊക്കെ ആയിട്ട് എനാമൽ അടിച്ച് ചെയ്താലും മറ്റേ PU അടിച്ച് ചെയ്താലും ഒക്കെ റേറ്റ് ഒരുപോലെയാണെന്ന്. അതല്ല, റേറ്റ് പലതിനും പല രീതിയിലാണ്.